കഴിഞ്ഞ 10 വർഷങ്ങളായി 370 സിവിൽ സർവീസ് വിജയഗാഥകൾ. സിവിൽ സർവീസ് ഒന്ന് കൊടുമുടി കയറാൻ അരമുറുക്കിറങ്ങുന്ന വിദ്യാർത്ഥികളുടെയും മക്കളെയും കുറിച്ച് ആ സ്വപ്നം താലോലിക്കുന്ന മാതാപിതാക്കളുടെയും പെർഫെക്റ്റ് ചോയ്സ്. അങ്ങ് ന്യൂഡൽഹിയിലെ സിവിൽ സർവീസ് കേന്ദ്രങ്ങളിൽ നിന്ന് അസൂയോട് ഉറ്റുനോക്കുന്ന നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രമാക്കിയ ഫോർച്യൂൺ IAS അക്കാദമി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് ഏറ്റവും അധികം മലയാളി മത്സരാർത്ഥികളെ സിവിൽ സർവീസ് കടമ്പ കടക്കാൻ കൈപിടിച്ചുയർത്തിയ സ്ഥാപനം. കേരള ചരിത്രത്തിൽ സിവിൽ സർവീസ് നേടുന്ന ആദ്യ പട്ടികവർഗ വനിത മുതൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന മലയാളി IFS മിടുക്കർ യൂറോപ്പിലെ സ്പെയിനിലും സ്വിറ്റ്സർലൻഡിലും ബെൽജിയത്തിലും ലാറ്റിൻ അമേരിക്കയിലെ പെറുവിൽ, ആഫ്രിക്കയിലെ ഈജിപ്തിൽ, അയൽ രാജ്യമായ ചൈനയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പഠിച്ച് വീടിനും നാടിനും അഭിമാനമായ ഫോർച്യൂൺ IAS അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഈ 10ാം വർഷം ഫോർച്യൂൺ IAS അക്കാദമി നൽകുന്ന ഗ്യാരണ്ടി ഇതാണ്: വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് കൂടുതൽ മത്സരാർത്ഥികളെ എത്തിക്കുക. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഉപദേഷ്ടാവും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന മലയാളത്തിന്റെ അഭിമാനം TK നായർ നയിക്കുന്ന നേതൃനിര. During the last 10 years, I think it has made astonishing progress. Really very enviable success. And the story of Fortune IAS Academy is a great story of success. 10 വർഷത്തെ കഥ മാത്രമല്ല, ഇനി ഏറ്റവും പുതിയ കഥ ചൊല്ലട്ടുമാ. 2024 UPSC റിസൾട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ 4ാം റാങ്കിലെത്തിയ സിദ്ധാർത്ഥ് രാംകുമാറും 68ാം റാങ്കിലെത്തിയ കസ്തൂരി ഷായും 71ാം റാങ്ക് നേടിയ ഫാബി, പ്രതിസന്ധിയുടെ കാലത്തെ പഠനത്തിലൂടെ മറികടന്ന് 282ാം റാങ്കിലെത്തിയ പാർവതി, ഇവരെല്ലാം ചേർന്ന് 2024 60 സിവിൽ സർവീസ് ടോപ്പർമാർ. ഫോർച്യൂൺ IAS അക്കാദമിയിലെ പഠന മികവിന്റെ ആത്മവിശ്വാസം പകരലിന്റെ നേർസാക്ഷ്യങ്ങളായി ഇവർ തിളങ്ങി നിൽക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് കസ്തൂരി ഷാ. ഞാൻ സിവിൽ സർവീസ് എക്സാമിൽ 68ാം റാങ്കോടുകൂടി പാസ്സായിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പരിശ്രമമാണിത്. ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പൂർണ്ണമായും ഫോർച്യൂൺ അക്കാഡമിയിലായിരുന്നു. ഇവിടെയാണ് ഞാൻ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ചെയ്തത്. പിന്നെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസും മെയിൻസ് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ അഭിമുഖത്തിനുള്ള പരിശീലനവും എല്ലാം ഇവിടെ ഫോർച്യൂണിൽ തന്നെ ആയിരുന്നു. മുനിദർശൻ സാറായിരുന്നു ഇവിടെ മെൻറ്റർ. ഇവിടെയുള്ള എല്ലാ അധ്യാപകരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഈ യാത്രയിലുടനീളം കൂടെ ഉണ്ടായിരുന്നു. ആൻറ്റൺ സർ, നിതിൻ സർ, ഇംതിയാസ് സർ, ആനന്ദ് സർ, സൈലേഷ് സർ, ഷെരൻ സർ. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് എനിക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഞാൻ സോഷ്യോളജി ഓപ്ഷണലും ഈ ഫോർച്യൂണിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഫോർച്യൂൺ കൂടെ ഉണ്ടായിരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു. ഈ ഫോർച്യൂണിൽ ഞാനാണ് കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്നത്. കാരണം നമ്മൾ ഈ മുൻപ് ചരിത്രങ്ങളൊക്കെ നോക്കുമല്ലേ, പഴയ റിസൾട്ട് എങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട്. കാരണം മുമ്പേ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് ഞാനും അയാളും ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർച്യൂൺ വരുന്ന റിസൾട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല സ്ഥാനം എന്ന് വിചാരിച്ചിട്ട് അയാളിങ്ങനെ എവിടെ പോട്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കണ്ട, നേരെ ഫോർച്യൂണിലോട്ട് വിട്ടതെന്ന് പറഞ്ഞ് ഞാനാണ് കൊണ്ടുവന്നൊരു അഡ്മിഷൻ എടുപ്പിക്കും. 2010 വാഹനാപകടത്തിലാണ് അമ്പലപ്പുഴ സ്വദേശിയായ പാർവതിക്ക് വലതുകൈ നഷ്ടമായത്. പിന്നീട് കൃത്രിമ കൈ വെച്ചുപിടിപ്പിച്ച് ഇടതുകൈ കൊണ്ട് എഴുതി ശീലിച്ചു. ഇടത് കൈകൊണ്ട് എഴുതിയ പരീക്ഷയിലാണ് ഇപ്പോൾ ഈ വിജയം. ജീവിതത്തിൽ പാർവതി പഠിച്ച പാഠം നിശ്ചയദാർഢ്യത്തെ ഒന്നിനും തോൽപ്പിക്കാനാവില്ല എന്നതാണ്. +2 വരെ സർക്കാർ സ്കൂളിലാണ് പാർവതി പഠിച്ചത്. LLB പൂർത്തിയാക്കി എൻറോൾ ചെയ്ത ശേഷമാണ് സിവിൽ സർവീസസ് പരിശീലനത്തിലേക്ക് എത്തിയത്. തുടക്കം തൊട്ട് തന്നെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം എന്നെ ഒന്നിനും പിന്നോട്ട് നിർത്തിയില്ല. എനിക്ക് പറ്റും, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തയല്ല എന്ന് എൻ്റെ ചുറ്റും നിന്നവരെന്നെ മനസ്സിലാക്കി തന്നു. അപ്പോൾ ഞാൻ ഹോപ്പ് കൈവിട്ടില്ല, പ്രതീക്ഷ കൈവിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം.
ഞാൻ സ്കൂള് സർവോദയ വിദ്യാലയ തിരുവനന്തപുരം നാലാഞ്ചിറയായിരുന്നു പഠിച്ചത്. കോളേജ് നൈസർ തിരുവനന്തപുരം ആയിരുന്നു. ഞാൻ 2022 പാസ് ഔട്ടായി. അതിനുശേഷം ഞാൻ ഫോർച്യൂൺ ഐഎസ് അക്കാഡമിയിലാണ് പഠിച്ചത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. ഞാൻ സത്യത്തിൽ എൻ്റെ ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഫാബി എൻ്റെ കസിൻ കൂടിയാണ്. ആ ഒരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. Fortune IAS Academy is an institution which has established itself in the area of coaching for the civil services, and quite sure in the years to come, more young boys and girls from different parts of Kerala and maybe from other parts of India would also benefit from this great service which the institution is rendering. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാളും കൂടുതൽ റിലീഫാണ്. കാരണം നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതിനൊരു ഒരു ഫലം കിട്ടി എന്നുള്ളത് സന്തോഷമുള്ള ഭയങ്കര റിലീഫുണ്ട്. കൂടെ ഞാൻ ഫോർച്യൂണിൽ സെപ്റ്റംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസൊക്കെ ഫോളോ ചെയ്തിട്ട് ആണ് പ്രിലിംസ് എഴുതിയിട്ടുള്ളത്. പിന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസിനും ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ അവിടെ അസോസിയേറ്റഡ് ആയിരുന്നു. മികച്ച അനുഭവമുള്ള അറിവുള്ള അധ്യാപകരുടെ സേവനവും മാത്രമല്ല, ഇനി സിവിൽ സർവീസ് കോച്ചിങ്ങിന് ബിരുദം കഴിയാൻ കാത്തു നിൽക്കേണ്ട. ഫോർച്യൂൺ ഐഎസ് അക്കാദമിയുടെ സ്കൂൾ, കോളേജ്, ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിങ്ങളുടെ സിവിൽ സർവീസ് സ്വപ്നവും അഭിരുചിയും രാഗിമെനുക്കാം. അധ്യാപകരിൽ നിന്നുള്ള അറിവുകൾ മാത്രമല്ല, ഫോർച്യൂൺ ഐഎസ് അക്കാദമി പ്രത്യേകതയായ ടൈലേർഡ് ഗ്രൂപ്പ് സ്റ്റഡീസിനുള്ള അവസരവും. ഇത്തരം ഒരേ ഗ്രൂപ്പിൽ പഠിച്ച കുട്ടികൾക്ക് ഒരുമിച്ച് സിവിൽ സർവീസ് ലഭിക്കുന്നത് ഫോർച്യൂണിന്റെ മാത്രം പ്രത്യേകതയാണ്. അതും എല്ലാ വർഷവും. ഈ പരിശീലന പരിപാടികളിൽ എല്ലാം തന്നെ ഓൺലൈനായും നിങ്ങൾക്ക് പങ്കെടുക്കാം.